എല്ലാവർക്കും ഉണ്ട്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിയൽമി GT60 പോക്കോ X6 Pro നമ്മുടെ കമ്പാരിസൺ ആണ്. പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഡയറക്റ്റ്ലി കമ്പയറബിൾ അല്ല. അത്യാവശ്യം പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. 5000 രൂപ 6000 റേഞ്ച് ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷേ രണ്ട് സ്മാർട്ട് ഫോൺസും ഗെയിമിംഗ് ഫോണാണ്. നമ്മുടെ റിയൽമി GT60 പുതിയ ഫോണാണ്, പുതിയ ചിപ്സെറ്റ് വെച്ചൊക്കെയാണ് വരുന്നത്. പോക്കോ X6 Pro ഇപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. സോ നമുക്കിപ്പോൾ 24000 ആ റേഞ്ചാണ് പോക്കോ X6 Proയുടെ പ്രൈസ്. സോ അത്രയും പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യം ഗെയിമിംഗ് ഫോൺ കിട്ടുന്നുണ്ട്. ഇനിയും പൈസ കൊടുത്ത് റിയൽമി GT60 എടുക്കണോ എന്നുള്ളൊരു കമ്പാരിസൺ ആണ്. എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് റിയൽമി GT60ക്ക് വരുന്നത് പോക്കോ X6 Proയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓൾ ഡിസൈൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ റിയൽമി GT60ൽ 8.7mm ആണ് തിക്നെസ് വരുന്നത്. 191 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ബാക്ക് ആണ് വരുന്നത്, പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് വരുന്നത്. IP65 റേറ്റിംഗും വരുന്നുണ്ട്. ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷൻ ആണ്. അതേസമയം പോക്കോ X6 Proയിൽ 8.3mm ആണ് തിക്നെസ് വരുന്നത്. 190 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. ഈക്കോ ലെതർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ആണ്, കാരണം രണ്ട് വേരിയന്റ് വരുന്നുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് വരുന്നത്. IP54 റേറ്റിംഗും ഗോറില്ല ഗ്ലാസ് 5 ആണ് വരുന്നത്. സോ കാണാൻ ഇച്ചിരി ഭംഗി റിയൽമി GT60 ആണ്, വെറൈറ്റി ആണ്. പിന്നെ അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലും ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലും ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് റിയൽമി GT60 ആണ്. കാരണം IP65 റേറ്റിംഗും വരുന്നുണ്ട്. ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ് ഫ്രണ്ടിൽ പ്രൊട്ടക്ഷൻ വരിക. സോ ഡിസൈൻ്റെ കാര്യത്തിൽ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് റിയൽമി GT60 ആണ്. സോ നമ്മൾ ഡിസ്പ്ലേ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ റിയൽമി GT60ൽ 6.78 ഇഞ്ചിൻ്റെ ഒരു കർവ്ഡ് 1.5K 120Hz 10-bit LTP AMOLED ആണ് വരുന്നത്. 6000 nits ആണ് HDR ബ്രൈറ്റ്നസ്. അത്രയൊന്നും പ്രതീക്ഷിക്കേണ്ട. വല്ല മുറ്റത്തോ മൂലല്ല വല്ല 6000 nits കണ്ട് ഒരു 1600 nits ഒക്കെയാണ് ഹൈ ബ്രൈറ്റ്നസ് മോഡ് വരുന്നത്. അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2160 Hz PWM ഡിമ്മിങ് വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. പോക്കോ X6 Proയിലാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ ഫ്ലാറ്റ് 1.5K 120Hz 12-bit AMOLED ആണ് വരുന്നത്. 1800 HDR ബ്രൈറ്റ്നസ് വരുന്നത്. സോ 1200 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ. HDR10+ഉം ഡോൾബി വിഷനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലും ഗോറില്ല ഗ്ലാസ് 5 ആണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും വരുന്നുണ്ട്. ഇവിടെ തന്നെ ആദ്യം നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് വേഴ്സസ് കർവ്ഡ് ആണ്. അത് നിങ്ങൾ തിരഞ്ഞെടുത്താൽ തന്നെ ഇവിടെ ഒരു ഡിസിഷനായി. കാരണം എന്ന് പറഞ്ഞാൽ ചിലർക്ക് കർവ് ഡിസ്പ്ലേ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിരിക്കും ഇഷ്ടം. പിന്നെ വലിയ ഡിഫറൻസ് ഒന്നും കാണത്തില്ല. HDR വീഡിയോസ് കാണുമ്പോഴായിരിക്കും നിങ്ങൾക്കൊരു വലിയ ഡിഫറൻസ് കാണാൻ പോകുന്നത് ഡിസ്പ്ലേ തമ്മിൽ. കാരണം 12-bit ആയതുകൊണ്ട് തന്നെ ഇച്ചിരി കളർ ഡെപ്തും കാര്യങ്ങളൊക്കെ കാണാനുള്ള സാധ്യത പോക്കോ X6 Proയിൽ കൂടുതലാണ്. പിന്നെ റിയൽമി GT60ലെ ഡിസ്പ്ലേ ഇച്ചിരി എഫിഷ്യൻ്റ് ആണ്, കാരണം LTP ടെക്നോളജി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ. അത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ റിയൽമി GT60ലോട്ട് പോവാം. കർവ്ഡ് AMOLED വേണമെന്നുള്ളവർക്ക് റിയൽമി GT60ലോട്ട് പോകാം. പോക്കോ X6 Proയിലാണെങ്കിൽ നമുക്ക് ഇച്ചിരി ക്വാളിറ്റി കൂടിയ ഡിസ്പ്ലേ ആണ്, കാരണം 12-bit AMOLED ആണ്. പിന്നെ ഡോൾബി വിഷനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ഫ്ലാറ്റ് വേണമെന്നുള്ളവർക്ക് പോക്കോ X6 Proയിലോട്ടും പോകാം. ഇനി ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോൺസിലും ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഹൈ റെസൊല്യൂഷൻ ഓഡിയോ സപ്പോർട്ട് ഉണ്ട്. രണ്ടിലും ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടും വരുന്നുണ്ട്. ഇപ്പോൾ രണ്ട് സ്മാർട്ട് ഫോൺസിലും ഹെഡ്ഫോൺ ജാക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതിന് മോശമായിപ്പോയി. ഗെയിമിംഗ് ഫോണാണ്. ഗെയിം ഫോൺ അത്യാവശ്യം ഹെഡ്ഫോൺ ജാക്കെങ്കിലും കൊടുക്കേണ്ടതായിരുന്നു. സോ ഓഡിയോയുടെ കാര്യത്തിൽ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എല്ലാവർക്കും. ഇനി പെർഫോമൻസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, കാരണം ഗെയിമിംഗ് ഫോണാണ് രണ്ടും. സോ ഇവിടെയാണ് നമുക്കൊരു അടുത്ത ഡിസിഷൻ മേക്കിൻ്റെ കാര്യം വരിക. നമുക്ക് റിയൽമി GT60ൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 7+ Gen 3 ആണ് വരുന്നത്. 4nm TSMC മാനുഫാക്ചറിംഗ് പ്രോസസ്സിലാണ് വരുന്നത്. ഇതിൻ്റെ സ്പെക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. LPDDR 5X റാമും UFS 4.0 ആണ് സ്റ്റോറേജ് വരിക. ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 8GB 128GB വേരിയൻറ്റിൽ UFS 3.1 സ്റ്റോറേജ് ആയിരിക്കും വരുന്നത്. അതേസമയം പോക്കോ X6 Proയിലാണെങ്കിൽ MediaTek Dimensity 8300 ആണ് വരുന്നത്. 4nm TSMC മാനുഫാക്ചറിംഗ് പ്രോസസ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് വേരിയന്റ് അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല. LPDDR 5X റാമും UFS 4.0 സ്റ്റോറേജ് ആണ് വരുന്നത്. സോ നമുക്ക് ഇനി ആൻറ്റിറ്റി സ്കോർ നമുക്ക് നോക്കാം, ഇതിൽ ഏതാണ് ബെറ്റർ എന്ന്. സോ റിയൽമി GT60ൽ 15,01,821 ടോട്ടൽ സ്കോർ വരിക. അതിൽ CPU 3,82,411, GPU 4,96,615 ആണ് വരുന്നത്. അതേസമയം ഡയമൻസിറ്റി 200 13,01,022 ടോട്ടൽ സ്കോർ വരുന്നത്. CPU 2,90,241, GPU 5,13,38 ആണ് വരുന്നത്. 5,13,138 വരുന്നത്. സോ ആൻറ്റിറ്റി സ്കോർ നമുക്ക് നോക്കുവാണെങ്കിൽ ഒന്ന് CPU പെർഫോമൻസ് ബെറ്റർ ആണ്, ഒന്ന് GPU പെർഫോമൻസ് ബെറ്റർ ആണ്. രണ്ടും കൊടുത്താലും വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ഹ്യൂജ് ഡിഫറൻസ് ഒന്നുമില്ല ഡയമൻസിറ്റി 800ഉം 7+ Gen 3 ആയിട്ട്. പക്ഷേ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു ബെഞ്ച് മാർക്ക് ഞാൻ കാണിക്കുന്നത് 3D Mark Wildlife Extreme, അവിടെ ഒരു വലിയ ഡിഫറൻസ് വരുന്നുണ്ട്. അത് ഗെയിമിംഗ് എന്ന് പറയാൻ വേണമെങ്കിൽ ഗെയിമിങ്ങിൻ്റെ സിമുലേറ്റ് ചെയ്യുന്ന ഒരു ബെഞ്ച് മാർക്കാണ്. സോ നമുക്ക് റിയൽമി GT60ൽ
ബെസ്റ്റ് ലൂപ്പ് സ്കോർ നോക്കുക, 2829 ബെസ്റ്റ് ലൂപ്പ് സ്കോർ. അതേസമയം അതിൻ്റെ ലോവസ്റ്റ് ലൂപ്പ് സ്കോർ എന്ന് പറഞ്ഞാൽ 1631. സ്റ്റെബിലിറ്റി 57.6% മാത്രമേ സ്റ്റെബിലിറ്റി വരുന്നുള്ളൂ. FPS ആണെങ്കിൽ 7 തൊട്ട് 21 FPS ആണ് വരുന്നത്. അതേസമയം ഡയമൻസിറ്റി 23 ആണെങ്കിൽ ബെസ്റ്റ് ലൂപ്പ് സ്കോർ 2048, ലോവസ്റ്റ് ലൂപ്പ് സ്കോർ 2035. 99.4% സ്റ്റെബിലിറ്റി. പക്ഷേ FPS കുറവാണ്, 8 FPS തൊട്ട് 15 FPS ഉള്ളൂ. ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നാപ്ഡ്രാഗൺ 7+10 8300-നേക്കാളും ഇച്ചിരി പവർഫുൾ ആയിട്ടുള്ള പ്രോസറാണ്. പക്ഷേ ഒപ്റ്റിമൈസേഷൻ്റെ പ്രശ്നം കൊണ്ടാണ് സ്റ്റെബിലിറ്റി കുറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം FPS കൂടുതലാണ്, സ്റ്റെബിലിറ്റി കുറവാണ്. അത് ഒപ്റ്റിമൈസേഷൻ്റെ ഇഷ്യൂ ആണ്. റിയൽമി GT60 പുതിയൊരു ഫോണാണ്, അതേസമയം സ്നാപ്ഡ്രാഗൺ 7+10 പുതിയൊരു ചിപ്സെറ്റാണ്. സോ ഒപ്റ്റിമൈസേഷൻ വരാൻ ഇത്തിരി താമസം കൊടുക്കും. എന്നിട്ട് പോലും ഹയർ FPS കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും വരുന്ന അപ്ഡേറ്റ്സിലൊക്കെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. സോ പെർഫോമൻസിന് കാര്യത്തിൽ ഇച്ചിരി ബെറ്റർ ആയിട്ട് എടുക്കുന്നത് 7+10 ആണ്. ഇനി OSന്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ റിയൽമി GT60 റിയൽമി UI 5.0 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 14 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും. അതേസമയം പോക്കോ X6 Proയിൽ ഹൈ പ്രോയ്സ് ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 14, 3 വർഷം ആൻഡ്രോയിഡ്, 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ്. രണ്ടും അടിപൊളി UI ആണ് വരുന്നത്. രണ്ടിലും അത്യാവശ്യം ഹൈ പ്രോയ്സിൽ ഇപ്പോൾ അങ്ങനെ ബ്രോഡ്ബാൻഡ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. റിയൽമിന് അത്യാവശ്യം ഉണ്ട്, എന്നാലും നമുക്ക് അൺഇൻസ്റ്റാൾ ഇത് കളയാൻ. രണ്ടും അത്യാവശ്യം ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള UI തന്നെയാണ് വരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ക്യാമറ നോക്കാം. ക്യാമറ ഇതിൻ്റെ പറയാൻ പറ്റുന്ന പറയത്തക്ക പെർഫോമൻസ് അങ്ങനെ ഇല്ല, കാരണം രണ്ടും ഗെയിമിംഗ് ഫോണാണ്. ക്യാമറ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ റിയൽമി GT60 നമുക്ക് പ്രൈമറി ഒരു 50 MP f1.8 ആപ്പിച്ച് വരുന്ന സോണി ലിറ്റിയ 600 ആണ് വരുന്നത്. OIS സെൻസറാണ്. 4K 60 FPS ആണ് മാക്സിമം. പിന്നെ 8 MP f2.2 ആപ്പിച്ച് അൾട്രാ വൈഡ് വരുന്നുണ്ട്. അവിടെ നമുക്ക് സോണി IMX 355 ആണ് വരുന്നത്. 1080p 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റുക. സെൽഫി ആണെങ്കിൽ 32 MP f2.45 ആപ്പിച്ച് വരുന്ന സോണി IMX 615 ആണ് സെൽഫി ക്യാമറ. 4K 30 FPS ആണ് അവിടെ വരുന്നത്. അതേസമയം പോക്കോ X6 Pro ആണെങ്കിൽ 64 MP f1.7 ആപ്പിച്ച് വരുന്ന OIS സെൻസറാണ്. പ്രൈമറി 4K 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റുക. പിന്നെ 8 MP f2.2 അൾട്രാ വൈഡ് വരുന്നുണ്ട്. അവിടെ 1080p 30 FPS ആണ്. 2 MP മാക്രോ സെൻസർ വരുന്നുണ്ട്. ആർക്കും വേണ്ടാത്തൊരു സെൻസർ തന്നെയാണ്, വലിയ ഗുണമൊന്നുമില്ലാത്തതാണ്. പിന്നെ നമ്മൾ 16 MP നമുക്കൊരു f2.45 ആപ്പിച്ച് വരുന്നൊരു സെൽഫി ക്യാമറ വരുന്നുണ്ട്. അവിടെ നമുക്ക് 1080p 60 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ ക്യാമറ തമ്മിൽ ഭേദം വെച്ച് നോക്കുവാണെങ്കിൽ ബെറ്റർ നിൽക്കുന്നത് റിയൽമി ആണ്. ഒന്നാമത് അത്യാവശ്യം നല്ല കേപ്പബിൾ ആയിട്ടുള്ള സെൻസറാണ് ഇരിക്കുന്നത്. പിന്നെ ഹയർ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യങ്ങളും വരുന്നുണ്ട്. പോക്കോ അത്രക്കൊരു പേര് കേട്ട ഒരു ഫോൺ അല്ല ഈ ക്യാമറയുടെ കാര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ. ശകലം HDR പെർഫോമൻസിൻ്റെ പ്രശ്നങ്ങളും സ്കിൻ ടോൺ ഡിസൈൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇച്ചിരി ബെറ്ററായിട്ട് നിൽക്കുന്നത് റിയൽമി ആയിരിക്കും. എന്തുകൊണ്ടും ക്യാമറ തമ്മിൽ ഭേദം. ഇപ്പോൾ നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ ക്യാമറ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ മോട്ടോ Edge GT Pro ഉണ്ട്, അങ്ങോട്ട് പോകണമായിരിക്കും ഇച്ചിരി ബെറ്റർ. ഇനി ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ റിയൽമി GT60 5500 mAh ബാറ്ററിയാണ് വരുന്നത്. 120 വാട്ട്സിൻ്റെ ചാർജർ ബോക്സിൽ കിട്ടും. 0 to 100 ഒരു 25 മിനിറ്റ് കൊണ്ട് ആവും. ഒരു 7.5 to 8 hours ഒക്കെ പ്രതീക്ഷിക്കാം ലൈവ് യൂസേജൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്ക്രീൻ ഓൺ ടൈം. അതേസമയം പോക്കോ X6 Pro ആണെങ്കിൽ 5000 mAh ബാറ്ററിയാണ്, 67 വാട്ട്സ് ചാർജറാണ് ബോക്സിൽ കിട്ടുന്നത്. 0 to 100 ഒരു 45 മിനിറ്റ് കൊണ്ടാവും. സോ ഇതിലൊരു 7 hours ഒക്കെ പ്രതീക്ഷിക്കാം ലൈവ് യൂസേജിലൊക്കെ. സോ ബാറ്ററിയുടെ കാര്യത്തിലും ചാർജിങ്ങിൻ്റെ കാര്യത്തിലും ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് റിയൽമി തന്നെയാണ്. ഇനി കണക്ടിവിറ്റി കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ റിയൽമി GT60 13 5G ബാൻഡാണ് വരുന്നത്. Wi-Fi 6 വരുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.4 ആണ് വരുന്നത്. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. NFC വരുന്നുണ്ട്. USB Type-C 2.0. അതേസമയം പോക്കോ X6 Proയിലാണെങ്കിൽ 14 5G ബാൻഡ് വരുന്നുണ്ട്. Wi-Fi 6 ആണ്. ബ്ലൂടൂത്ത് 5.4 വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. USB Type-C 2.0. ഇവിടെ NFC ഇല്ല. NFC പുറത്ത് ഉണ്ട്, ചൈനയിലൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, ഇന്ത്യയിലില്ല. സോ ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ട് എടുക്കുന്ന കണക്ടിവിറ്റി റിയൽമിയാണ്. NFC വന്നുകൊണ്ട് തന്നെ രണ്ട് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇനി മെയിൻ പരിപാടിയാണ് പ്രൈസ്. റിയൽമി GT60 ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സ്പെൻസീവ് ഫോണാണ് കമ്പാരിറ്റീവ്ലി. 8GB 128 വേരിയൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 31,000 രൂപയാണ്. 8GB 256 ആണ് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വേരിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ആരും പോയി 128 എടുക്കരുത്, കാരണം മെമ്മറി കാർഡൊന്നും ഇടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സ്റ്റോറേജ് പെട്ടെന്ന് ഫില്ലാവും. സോ ആ പ്രൈസ് എന്ന് പറയുമ്പോൾ 33,000 രൂപയാണ് 8GB 256-ന്. പിന്നെ 12GB 256 36,000 രൂപയും 12GB 512 40,000 രൂപയാണ് പ്രൈസ്. അതേസമയം പോക്കോ X6 Pro 2 വേരിയൻ്റാണ് വരുന്നത്. 8GB 256 24,500-ഉം 12GB 512-ന് 26,500-ആണ് വരുന്നത്. ഇവൻ 12GB 512 എടുക്കുവാണെങ്കിൽ തന്നെ എന്താ പറയുക,
വളരെ ചീപ്പാണ്. 26,500 നമുക്ക് കിട്ടും. 12,512 UFS 4.0 സ്റ്റോറേജ് ഉള്ളൊരു ഫോൺ 12 GB ആണ്. സോ കൺക്ലൂഷൻ എന്ന് പറഞ്ഞ് നോക്കുവാണെങ്കിൽ എന്ത് കാര്യങ്ങളാണ് ബെറ്റർ എന്ന് നോക്കാം. നമ്മളിപ്പോൾ 2 സ്മാർട്ട് ഫോൺസിലും ഏതാ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൂസ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽമി GT60 ബെറ്റർ ബിൽഡ് വരുന്നുണ്ട്, ബെറ്റർ ക്യാമറ വരുന്നുണ്ട്, ബെറ്റർ ബാറ്ററിയും ചാർജിങ് വരുന്നുണ്ട്. അതേസമയം പോക്കോ X6 Proയിലാണെങ്കിൽ ബെറ്റർ ഡിസ്പ്ലേ വരുന്നുണ്ട്, ചീപ്പറാണ്, ബെറ്റർ സ്റ്റേബിൾ പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ. സോ നിങ്ങൾക്കൊരു നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു 4,000-5,000 ഡിഫറൻസ് വരുന്നുണ്ട് രണ്ട് തമ്മിലും. പ്രയോറിറ്റി ഗെയിമിങ് മാത്രമാണെങ്കിൽ പോക്കോയിലോട്ട് പോകണമായിരിക്കും ഇച്ചിരി നല്ലത്. കാരണം 4,000-5,000 കയ്യിലിരിക്കും. ഇപ്പോൾ ഒരു ക്യാമറ ഫോൺ, ബാലൻസ്ഡ് ഫോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ഫോണുണ്ട്, മോട്ടോ എഡ്ജ് 50 Proയിട്ട് പോകണമായിരിക്കും ഇച്ചിരി നല്ലത്. സോ ഇതിൻ്റെ റെലവൻസ് എന്തോരം ഉണ്ടെന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ, റിയൽമി GT60 റെലവൻസ് എന്തോരം ഉണ്ടെന്ന് നോക്കുവാണെങ്കിൽ, ഇപ്പോൾ അടുത്ത് തന്നെ പോക്കോ F6 എന്ന് പറഞ്ഞൊരു ഫോൺ ഇറങ്ങും. ഇതേ പ്രൈസ് റേഞ്ചിൽ 30,000-35,000 ആ റേഞ്ചിൽ ഫോൺ ഇറങ്ങും. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇച്ചിരി വെയിറ്റ് ചെയ്യണമായിരിക്കും നിങ്ങൾക്ക് ഇത്തിരി നല്ലത്. കാരണം പോക്കോ F6 എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 8s Gen 3 ഒക്കെ വെച്ചായിരിക്കും ഇറങ്ങുന്നത്. ഇവിടെ നമുക്ക് 7+ Gen 3 വരുന്നത്. സോ എന്തിന് നമ്മൾ ഇപ്പോഴേ ഒരു എന്താ പറയുക കുറഞ്ഞ പ്രോസർ എടുത്തിട്ട് കുറച്ച് നമ്മൾ വിചാരിക്കും സോ അതെടുത്താൽ മതിയായിരുന്നല്ലോ, അത് സെയിം പ്രൈസ് റേഞ്ചിലായിരുന്നു അത് വന്നുകൊണ്ടിരുന്നതെന്ന് വിചാരിക്കും. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ ഒരു ഫോൺ വേണം, നല്ല പെർഫോമൻസ് വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത്ര 5,000 പ്രൈസ് 5,000 ലാഭിച്ച് നിങ്ങൾക്ക് പോക്കോ X6 Pro എടുക്കാനായിരിക്കും നല്ലത്. ഒരു 100 പേരിൽ 90 പേരെ സാറ്റിസ്ഫൈ ആകുക, അല്ലെങ്കിൽ 100% 90% ആൾക്കാരെ സാറ്റിസ്ഫൈ ആയുള്ള പെർഫോമൻസ് അതിനുണ്ട്. ഒരു ലാഗോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളൊന്നും അതിന് വരാൻ പോകുന്നില്ല. അതിനനുസരിച്ച് ബാക്ക് ചെയ്യാനുള്ള സ്പെക്കും അതിനുണ്ട്. പിന്നെ റിയൽമി GT60 പോകേണ്ട ഒരു ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. ക്യാമറ വേണ്ടവർക്ക് മോട്ടോ എഡ്ജ് 50 Pro ഉണ്ട്, അതൊരു ബാലൻസ്ഡ് ഫോണാണ്. ഇനിയും പെർഫോമൻസ് വേണ്ട ആൾക്കാർക്ക് നമുക്ക് പോക്കോ F6 വരുന്നുണ്ട്. ഞാനൊരു ബ്രാൻഡിനെയും പ്രൊമോട്ട് ചെയ്യാനോ കേട്ടോ, ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾക്ക് അത്ര ലാഭിക്കാനുള്ള കാര്യം ഞാൻ പറയുകയാണ്. കാരണം ഇത്രയും പ്രൈസ് കൊടുത്തിട്ട് ഒരു 10% പെർഫോമൻസിന് വേണ്ടി 5,000 കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. സോ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫോർ ഫ്യൂച്ചർ വീഡിയോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.